നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. DKTF കീഴരിയൂർ മണ്ഡലം കൺവെൻഷൻ നടുവത്തൂരിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്ന് 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് യാതൊരു ഉപാധികളുമില്ലാതെ പെൻഷൻ കൊടുക്കണമെന്നും 5000 രൂപ പെൻഷൻ നൽകണമെന്നും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ DKTF കീഴരിയൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. DKTF സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെൻറ്റുകളാണ് ഇന്ത്യയിലും കേരളത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും. അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിക്കൊണ്ടാണ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ അത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതാണെങ്കിലും വിവിധങ്ങളായ നിയോജക മണ്ഡലം തലത്തിൽ വിവിധങ്ങളായ AD ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചുകളാണെങ്കിലും അതേപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ചാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ്. ആ ആവശ്യങ്ങൾ കൃത്യതയോടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്ന്. മറ്റൊന്ന്, 60 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ തന്നെ വാർദ്ധക്യകാല പെൻഷനുണ്ട് എന്ന കാരണം പറഞ്ഞിട്ട് കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത നമ്മുടെ പെൻഷൻ നിഷേധിക്കാൻ ഒരാൾക്കും അവകാശമില്ല. എന്നാൽ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഇപ്പോൾ പെൻഷൻ നിഷേധിക്കുക എന്ന നിലപാടാണ് എടുക്കുന്നത്. നമ്മെ സംബന്ധിച്ചോളം നാം അർഹത നേടിയവരാണ്. 60 വയസ്സ് വരെ കൃത്യമായി പണമടച്ച് അർഹത നേടിയ പെൻഷൻ അർഹത നേടിയ നമ്മൾക്ക് DKTF കീഴരിയൂർ മണ്ഡലം പ്രസിഡന്റ് M കുട്ടിയാലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DKTF ജില്ലാ പ്രസിഡന്റ് മനോജ് മാസ്റ്റർ പാലങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ഈ വർഷം SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് നോട്ട് ബുക്ക് വിതരണം ചെയ്തു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്ന് 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികളുടെ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. PC രാധാകൃഷ്ണൻ, VT സുരേന്ദ്രൻ, N ഹരിദാസൻ മാസ്റ്റർ, കുറുമയിൽ ബാബു, KK ദാസൻ, KM വേലായുധൻ, TP യൂസഫ് എന്നിവർ സംസാരിച്ചു. കൊല്ലം കണ്ടി വിജയൻ സ്വാഗതവും MP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.